നമസ്കാരം. ഇന്ന് ജൂൺ 26. ലഹരിക്ക് എതിരെ എന്ന മുദ്രാവാക്യമാണ് ഇന്നത്തെ ദിവസം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ കയറിയ ഭരണാധികാരികൾ വീര്യം കുറഞ്ഞ മദ്യം ഉണ്ടാക്കാൻ പോകുന്നു. മദ്യത്തെ പ്രോത്സാഹിപ്പിക്കുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്. കഴിഞ്ഞ ഇടതുപക്ഷ സർക്കാർ വന്നപ്പോഴും ഇതേ പേരുദോഷം തന്നെ കേട്ടത്. ഏത് ഭരണസമിതി വന്നാലും മദ്യം പൂർണ്ണമായിട്ടിവിടെ നിർത്താൻ പറ്റില്ല, എണ്ണങ്ങൾ കൂടുകയുള്ളൂ. ഈ മദ്യം കൊണ്ടാണ് സർക്കാർ നിലനിൽക്കുന്നത്. ജനങ്ങളുടെ നികുതി പിരിവിൽ നിന്ന് കിട്ടുന്ന കാശാണ്. അതൊരിക്കലും വേണ്ടെന്ന് പറയില്ല. ഖജനാവ് ഏതായാലും ഒന്നുമില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ലഹരിക്കെതിരെ മൺമറഞ്ഞ കുറേ ആളുകളുണ്ട്, സഖാക്കളുണ്ട്. നാടകലോകത്ത് അരങ്ങേർത്ത NN പിള്ള സാറ്, അങ്ങനെയുള്ള കുറച്ച് ആൾക്കാർ ഈ ലഹരിയെക്കുറിച്ച് സംസാരിക്കുന്നത് നമുക്കൊന്ന് കണ്ടാലോ. ഞാൻ കഴിഞ്ഞ വർഷം കേരള മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ ബിവറേജുകളുടെ എണ്ണവും മദ്യഷാപ്പുകളുടെ എണ്ണവും പഴയതുപോലെയൊക്കെ തന്നെയായിരുന്നു. ഒന്നും കൂടിയിട്ടുമില്ല, കുറച്ചിട്ടുമില്ല. ആര് വന്നാലും ശരി, ഏത് സർക്കാർ ഭരിച്ചാലും ശരി, ഈ മദ്യം നിർത്താൻ പറ്റില്ല. അഥവാ നിർത്തിയാൽ മയക്കുമരുന്നിൻ്റെ കൊള്ളയായിരിക്കും, സംശയമില്ല. നാട്ടിൽ നടക്കാൻ പറ്റാത്ത ചുറ്റുപാട് തോന്നുന്നില്ലേ? എന്താണോ താങ്കൾ പറയുന്നത്? അത് ശരി, സഖാവ് പറഞ്ഞ പോലെ ഈ കാര്യത്തോട് എനിക്കത്ര യോജിപ്പൊന്നുമില്ല. കാരണം ഞങ്ങളുടെ ഒരേ കാലത്തൊക്കെ ഞങ്ങൾ മദ്യം ഉപയോഗിച്ചിരുന്നു. തനിക്കറിയില്ലേ? അന്ന് കൂടുതൽ കിട്ടിയിരുന്നത് ചാരായമായിരുന്നു, കളറല്ല. ഇപ്പോഴല്ലേടോ കളറിൽ നിന്ന് വന്നത് മുന്തിയിനം കള്ളുകൾ, എല്ലാം ആൽക്കഹോളല്ലേ. ഈ ചാരായം കുടിച്ചോട്ടാ 10, 75, 80 വയസ്സ് വരെയും നമ്മളെ കിട്ടുന്നത്. മദ്യം ഒരു പരിധി വരെ നല്ലതാ, അമിതമായ ആപത്താടോ. എല്ലാവർക്കും ഒഴിയാ, നമ്മളൊക്കെ കുടിച്ചിട്ടില്ലേ? പിന്നെ ഈ സർക്കാർ പറയുന്നത് എന്താ? ഇന്നത്തെ ദിവസം എന്താണോ മദ്യം ഉപേക്ഷിക്കാൻ ഒരിക്കലും സാധിക്കില്ല. എനിക്കറിയാവുന്ന കേസാ. മദ്യം ഒരിക്കലും നിർത്താൻ പറ്റില്ല. ഈ അവിടെ കയറിയിരുന്ന് ആർക്കും പ്രസംഗിക്കാം, വരുന്നവർ മക്കളെ, കുടിയുടെ മക്കളെ എന്നൊക്കെ പറയാം. ഇത് തോന്നല. ശരിയാടോ, ഒരിക്കലും മദ്യം നിർത്താൻ പറ്റില്ല. ഇവർ കാണിക്കുന്നതൊക്കെ എല്ലാം ശരിവെക്കാൻ പറ്റുമോ? കഴിക്കുന്നവൻ കഴിക്കട്ടെ. പൂർണ്ണമായിട്ട് നിർത്തിയാൽ ഈ ജനങ്ങൾ ഭ്രാന്തന്മാരായി നടക്കുന്നത് നമ്മൾ സ്വർഗത്തിൽ നിന്ന് കാണണം. ഇത് കാണാനുള്ള ഭാഗ്യം ഭൂമിയിൽ നമുക്കില്ല, മുകളിൽ നിന്ന് നമുക്ക് കാണാം. ഏതോ താൻ പറഞ്ഞ പോലെ എല്ലാം കോൺഗ്രസ്സുകാരുടെ തലക്ക് വയ്ക്കാൻ അല്ലേ? നിങ്ങളുടെ ഒരു കാര്യത്തിൽ ഞാൻ യോജിക്കുന്നു. മദ്യം നിർത്തണ്ട, എല്ലാവരും കഴിച്ചോട്ടെ. ആരാ പറഞ്ഞേ? സർക്കാർ വീര്യം കുറഞ്ഞ മദ്യം നല്ലതല്ലേ? പ്രാർത്ഥന പോലെ നടക്കില്ലല്ലോ. ഇപ്പോഴത്തെ മദ്യം എന്താ? 74%
ആൽക്കഹോൾ, 65% ആൽക്കഹോൾ. അതടിച്ചാൽ തലയ്ക്ക് ഭ്രാന്ത് പിടിക്കും. ചെയ്യാത്ത പ്രവൃത്തികളൊക്കെ കാണിക്കില്ലല്ലോ. ശരിയല്ലല്ലോ. അതുകൊണ്ട് കുറഞ്ഞ മദ്യം ആയിക്കോട്ടെ. കഴിക്കുന്നതിന് വിരോധമില്ല, കൺട്രോൾ വേണം. പല ഡോക്ടർമാർ പറയാറുണ്ട്, രണ്ടെണ്ണം കഴിച്ചോ, റെഗുലർ യൂസ് മെഡിസിൻ എന്നൊക്കെ. അപ്പോൾ ഈ സർക്കാർ കാണിക്കുന്നതൊന്നും തെറ്റല്ല, അല്ലേ? അതേടോ, ഞങ്ങൾ ഭരിച്ചപ്പോഴും ബാറുകളുടെ എണ്ണം കൂടി എന്നല്ലേ പറഞ്ഞത്. അപ്പോൾ തമ്മി കുറ്റം പറയാൻ നിങ്ങളെ കൊണ്ട് സാധിക്കും ഏട്ടാ. ഇനി ഇവിടെ ചർച്ച തുടർന്നാൽ മറ്റുള്ളവരിവിടെ കിടന്ന് പ്രതികരിക്കും. ജയ് സഖാക്കളെ. ശരിയാണോ? താങ്കൾ പറഞ്ഞ പോലെ ഈ സംസാരം ഇവിടെ വെച്ചതിനെ അവസാനിപ്പിക്കാം. അനിൽ, വരാപ്പുഴ.